Hi, hello, Happy Nurses Day. Every year, May 12th, the birth anniversary of Florence Nightingale, who was the founder of modern nursing, we celebrate as International Nurses Day. Today is the time to celebrate for nurses who are the backbone for every healthcare system, and we are really proud to be on the front line of this COVID crisis. By now, we all are aware what are the precautions and how to prevent COVID-19. But still, as we nurses, it's our responsibility to remind you or refresh you about the basics. We are here for that. Please do watch. And every year, there is a theme for International Nurses Day, and the theme for 2021 International Nurses Day is Nurses, a voice to lead. Nursing, the world to health. ഹായ് ആൾ, ഹാപ്പി നഴ്സസ് ഡേ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹാൻഡ് ഹൈജീനെ കുറിച്ചാണ്. ഹാൻഡ് ഹൈജീൻ ഓർ ഹാൻഡ് വാഷിംഗ്. നമ്മളെപ്പോൾ കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമാകുന്നു. ഒരുപാട് ജീവനുകളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ കുഞ്ഞു വൈറസിനെ ചെറുക്കാൻ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഹാൻഡ് ഹൈജീൻ ഓർ ഹാൻഡ് വാഷിംഗ്. നമ്മുടെ സാധാരണ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഫ്രീക്വന്റ് ഹാൻഡ് വാഷിംഗ് നമ്മളെ കൂടുതൽ ജെംസിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കും. നമുക്ക് എത്ര പ്രാവശ്യം നമ്മുടെ കൈകൾ കഴുകാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം കൈകൾ കഴുകുകയാണെങ്കിൽ നമ്മൾ അത്രയും സേഫ് ആയിരിക്കും. അതിൽ 7 സ്റ്റെപ്സ് ആണുള്ളത് നമ്മുടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിൽ. അത് മിനിമം 20 സെക്കൻഡ്സ് ഉപയോഗിച്ച് 7 സ്റ്റെപ്സ് പിന്തുടർന്ന് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഹാൻഡ്സ് ഫ്രീ ഫ്രം ജെംസ് ആയിരിക്കും. അത് സാധാരണ ജീവിതത്തിൽ ഈ 7 സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്രയും അധികം ആപ്ലിക്കബിൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ക്ലീനായിട്ട് കൈകൾ സൂക്ഷിക്കുക. പക്ഷേ WHO നിർദ്ദേശപ്രകാരമുള്ള ഒരു ഹാൻഡ് ഹൈജീൻ ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഹാൻഡ് ഹൈജീൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ വെള്ളം ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മുടെ കൈവെള്ളകൾ തമ്മിൽ റബ്ബ് ചെയ്യുക. അതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. കൈവെള്ളകൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കൈൻ്റെ പുറം ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സോപ്പ് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യുക. അത് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഉൾവശം നമ്മുടെ വിരലുകൾ ഇന്റർഫേസ് ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് റബ്ബ് ചെയ്യുക. അതുപോലെ തന്നെ കൈയുടെ പുറമേ കൂടി വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് ഇന്റർഫേസ് ചെയ്ത് റബ്ബ് ചെയ്യുക. ഇത് സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരല് ഒരു റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിലുള്ള ഭാഗവും അതിനോടൊപ്പം റബ്ബ് ചെയ്യുക. ഇത് സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ വിരലിൻ്റെ അഗ്രഭാഗങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ്, നമ്മുടെ കൈയുടെ 2 കൈകളുടെ റിസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യുക. പിന്നെ ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ക്ലീൻ ടവൽ അല്ലെങ്കിൽ പേപ്പർ ടവൽ ഉപയോഗിച്ച് തൊട്ടാനും നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിലുള്ള ഭാഗവും അതിനോടൊപ്പം റബ്ബ് ചെയ്യുക. ഇത് സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ വിരലിൻ്റെ അഗ്രഭാഗങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ്, നമ്മുടെ 2 കൈകളുടെ റിസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യുക. പിന്നെ ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ക്ലീൻ ടവൽ അല്ലെങ്കിൽ പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ച് ഡ്രൈ ആക്കുക. സാധാരണ നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ എപ്പോഴും പ്രായോഗികമായിരിക്കില്ല. നമ്മളിപ്പോൾ യാത്രയിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആണെങ്കിൽ നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് സാനിറ്റൈസർ സെക്കൻഡ് ഓപ്ഷനാണ്. നമുക്ക്
നമുക്ക് എപ്പോഴും നല്ലത് സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിംഗ് തന്നെയാണ്. പിന്നെ അത് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഹാൻഡ് സാനിറ്റൈസർ അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർ ഇത് കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഫ്രീക്വൻറ്റ് ഹാൻഡ് വാഷിംഗ് ഇറ്റ് വിൽ ഹെൽപ്പ് us to keep us free from germs and viruses. Stay safe, be safe. Thank you. Happy Nurses Day. എല്ലാവർക്കും നമസ്കാരം. Today I am presenting how we want to wear mask. What is the importance of this pandemic disease? First, I will show you how you want to wear the mask. What are the types of masks? We have several types of masks are available, but I am showing two types of masks: N95 mask and surgical mask. This always use double mask because the prevention is more important. You have to adjust the mask and tie your mask to cover the mouth and nose and adjust with the, don't allow it to the air should come out. Next one, how to wear the N95 mask. Hold it like that and adjust your nose and mouth and put it the down and just adjust to be like that and breathe. Air is leaking or not, so it should be fixed. After that, when you are moving, don't touch the front of the mask, just touch the band and throw it on the dustbin. ഇനി മാസ്കിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയാം. മാസ്ക് പബ്ലിക് ആയിട്ടുള്ള ഏരിയയിൽ എപ്പോഴും വേണം. ഒന്നോ അതിലധികാരോ കൂടുതലുള്ള സമയത്ത് നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചു. അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് സാധിക്കും. മാസ്ക് ധരിക്കുന്നത് മൂലം വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് നമ്മളെ സഹായിക്കും. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരാളിൽ നിന്നും ഹെൽത്തി ആയിട്ട് ഒരാളിലേക്ക് ഇൻഫെക്ഷൻ വരുന്നത് സ്പ്രെഡ് ചെയ്യുന്നതിന് സാധിക്കും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിൽ കൂടി ഹെൽത്തി ആയ ഒരാളിലേക്ക് ഇൻഫെക്ഷൻ വരുന്നതിന് സാധിക്കും. മാസ്ക് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ധരിച്ചതിന് ശേഷം അതിന്റെ ഫ്രണ്ട് പാർട്ടിൽ തുടരുക. അതിന്റെ ബാക്ടീരിയ ആൻഡ് വൈറസ് ഉണ്ട്. അത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കൈകളിൽ തൊട്ട് നമ്മൾ തൊടുന്ന പ്രതലത്തിൽ മറ്റുള്ളവരിലേക്ക് അത് ഇൻഫെക്ഷൻ പടരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ച മാസ്ക് റൂമിൽ കൊണ്ട് അലക്ഷ്യമായിട്ടിടാതെ ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് കൈകൾ സോപ്പ് ആൻഡ് വാട്ടർ കഴുകുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ. ഇത്രയും നേരം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് വാഷിങ്, മാസ്ക് എന്നിവ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസച്ച് ഇറ്റ്സ് കീപ് എ സേഫ് ഡിസ്റ്റൻസ് ടു സ്ലോ ഡൗൺ ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, എസ്പെഷ്യലി ബിറ്റ്വീൻ യുവർ സെൽഫ് ആൻഡ് ദ അതർ പീപ്പിൾ ഹു ആർ നോട്ട് ഫ്രം യുവർ ഹൗസ് ഹോൾഡ്. നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് മാറി അകലം പാലിക്കുന്നതിനാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ
അതൊരു 2 arm ലെങ്ത്ത്, അല്ലെങ്കിൽ 6 feet, അല്ലെങ്കിൽ 1 meter ലെങ്ത്താണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൂടുതലും പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയില്ല അയാൾക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അയാൾ തുമ്മുക, ചുമയ്ക്കുക, അല്ലെങ്കിൽ ഈവൻ ടോക്ക് ചെയ്യുന്ന സമയത്ത് പോലും അയാളുടെ ഉള്ളിൽ നിന്ന് പാർട്ടിക്കിൾസ് എയറിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ വായിലോ മൂക്കിലോ എവിടെയെങ്കിലും വന്ന് ലാൻഡ് ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിൽ കയറി നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്ത്തിൽ നമ്മൾ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. കൂടുതലും ഈ സേഫ് ഡിസ്റ്റൻസിങ് എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഹൈ റിസ്ക് കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഓൾഡ് അഡൽട്ട്സ്, പിന്നെ ദ പീപ്പിൾ ഹു ആർ അതർ മെഡിക്കൽ കണ്ടീഷൻസ്, ഇപ്പം ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, കൂടാതെ പ്രഗ്നൻറ്റ് ലേഡീസ്, ഇതെല്ലാം ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടുതലും ഗ്രൂപ്പ് ഗ്യാതറിങ്സ് ഒഴിവാക്കുക. അത് പോയാൽ തന്നെ അവരുടെ ഡ്യൂറേഷൻ, ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡ്യൂറേഷൻസ് കുറയ്ക്കുക. പിന്നെ നമ്മൾ കോവിഡ് തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് ക്വാറന്റൈൻ. എന്താണ് ക്വാറന്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ക്വാറന്റൈൻ അത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ തന്നെ വേറെ ആംഗിളിൽ പറയുന്നതാണ് ക്വാറന്റൈൻ. ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സ്പ്രെഡ് ഓഫ് ഡിസീസ് ദാറ്റ് ക്യാൻ ഒക്കർ ബിഫോർ എ പേഴ്സൺ നോസ് ദേ ഹാവ് ദ വൈറസ്. നമുക്ക് അസുഖം ഉണ്ടോ എന്ന് നമ്മൾക്ക് അറിയുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മളത് ഒരു പ്രിക്കോഷൻ എടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. നാട്ടിലിപ്പോൾ നല്ല സ്പ്രെഡ് നടക്കുന്ന ടൈമാണ്. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗിന് ഇൻഫെക്ഷൻ പോസിറ്റീവായി, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. വരാനായിട്ടുള്ള ചാൻസ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമ്മൾക്ക് കൺഫേം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്വാറന്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അസുഖങ്ങൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എത്ര നാളത്തേക്ക് ഈ അസുഖങ്ങൾ പകരാം? സിംറ്റംസ്, ചിലർക്ക് സിംറ്റംസ് ഉണ്ടാകും, ചിലർക്ക് സിംറ്റംസ് ഇല്ലായിരിക്കും. സിംറ്റംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ സിംറ്റംസ് തുടങ്ങുന്നതിന് ഒരു 3 to 5 days മുമ്പ് അവർ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 9 to 11 days ആണ് പറയുന്നത്. ടോട്ടൽ വന്നിട്ട് സിംറ്റംസ് തുടങ്ങുന്നതിന് 3 to 5 days, സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞ് 9 to 11 days, ടോട്ടൽ ഒരു 15 days ക്വാറന്റൈനിൽ നമ്മൾ ഇരിക്കണം. അതുപോലെ തന്നെ സിംറ്റംസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അവരും സ്പ്രെഡ് ചെയ്യാം. പക്ഷെ ഈ സിംറ്റംസ് ഉള്ള ആൾക്കാർ, അതായത് അവർ തുമ്മുക, ചുമയ്ക്കുക, ആ ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഇത് കുറവായിരിക്കും ഈ സിംറ്റംസ് ഇല്ലാത്ത ആൾക്കാർക്ക്. ഇനി കൊറോണ വൈറസ് എന്ന പാൻഡമിക്കിനെ നമുക്ക് ഒരു തടയിടണമെങ്കിൽ നമ്മൾക്കൊരു 4 സ്റ്റെപ്സാണ് നമ്മുടെ സയൻറ്റിസ്റ്റ്, എസ്പെഷ്യലി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ സയൻറ്റിസ്റ്റ് ഒക്കെ പറയുന്നതനുസരിച്ച്, ഒന്നല്ലെങ്കിൽ ഇതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ വാക്സിൻസ് കണ്ടുപിടിക്കണം. ഇതല്ല എങ്കിൽ ഈ വൈറസിൻ്റെ ശക്തി കുറയണം. അല്ലെങ്കിൽ 4ാമത്തെ പോയിന്റ് അവർ പറയുന്നത് 70% ആൾക്കാർക്കെങ്കിലും ഈ അസുഖം വന്നു പോകണം. ഇതിൽ 70% ആൾക്കാർക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മരണനിരക്ക് പറയുന്നത് 3% ആണ്. അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാം എത്ര പേർക്ക് ഇത് വന്നാൽ മരിക്കും എന്നുള്ളത്. അതുകൂടാതെ 2ാമത്തെ ഇത് പറയുന്നവർ വൈറസിൻ്റെ ശക്തി കുറയണം. അത് നമ്മുടെ കൈകളിലല്ല. അതിൻ്റെ ശക്തി കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് മെഡിസിൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വാക്സിൻസ്. മെഡിസിൻസിൻ്റെ എല്ലാം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചെന്ന് പറയുന്ന, അപ്പോൾ അതിൻ്റെ അത് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രയാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ 1 year-ഓളം നമ്മുടെ സയൻറ്റിസ്റ്റ് എല്ലാം പഠനങ്ങളെല്ലാം നടത്തിയിട്ട് കണ്ടുപിടിച്ച കുറേ വാക്സിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കൺട്രീസിലും അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് വാക്സിനെ പറ്റി പലർക്കും പല സംശയങ്ങളുണ്ട്. ഏത് വാക്സിൻ എടുക്കണം, ഏതാണ് നല്ലത്, അതുപോലെ ഈ വാക്സിൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതിന് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഒരു ചെറിയ ഒരു ബ്രീഫ് ഇതിൽ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസിച്ച് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതേ അഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഒരു പ്രതിപ്രവർത്തനം നടത്തും.
അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു കിൽഡ് വൈറസസിനെ, ഈ സെയിം കൊറോണ വൈറസിനെ കിൽഡ് ആയിട്ടുള്ള നിർവീര്യമാക്കിയ വൈറസിനെ നമ്മുടെ ശരീരത്തിൽ കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് എഗൻസ്റ്റ് ആയിട്ട് കുറേ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കും. ആ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യുക, ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു ഇൻഫെക്ഷൻ, ഈ സെയിം വൈറസിനെ കൊണ്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ടൈമിൽ ഈ ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യും. അതാണ് വാക്സിൻ്റെ പ്രോസസ്സിൽ നടക്കുന്നത്. അടുത്ത് വന്നിട്ട് സ്പുട്നിക് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ വാക്സിനാണ്. അതൊരു 92% ആണ് അതിൻ്റെ എഫിഷ്യൻസി പറയുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ വെക്ടർ വാക്സിനാണ്. അതായത് ജലദോഷം പോലെ നമുക്കൊക്കെ ജലദോഷം വരുമ്പോഴത്തേക്ക് അഡിനോ വൈറസ് പോലെ ചെറിയ ചില വൈറസ് ആ അഡിനോ വൈറസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ കൊറോണ വൈറസിൻ്റെ സ്പൈക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബോഡി അതിന് രണ്ടിനും എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സെയിം ടെക്നോളജി തന്നെയാണ് നമ്മുടെ കോവിഷീൽഡ്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഷീൽഡിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ കോവാക്സിന് ഉപയോഗിച്ചിരിക്കുന്നത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വാങ്ങിച്ച സിനോഫോമിൻ്റെ സെയിം കിൽഡ് വാക്സിൻ ടെക്നോളജിയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഉള്ളത് പറഞ്ഞാൽ ഇപ്പം മൊഡേണ എന്ന് പറഞ്ഞ വാക്സിന് അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളിലും അതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ബാക്കി വാക്സിൻസ് എല്ലാം 18 ഇയേഴ്സ് ആൻഡ് അബോവിലാണ് സ്റ്റഡീസ് നടന്നിരിക്കുന്നത്. ഇനി എല്ലാ വാക്സിൻസും നമ്മൾ 2 ഡോസ് എടുക്കണം. 2 ഡോസ് എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇതൊരു പുതിയ വാക്സിനാണ്. പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ നമ്മൾ 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കൂടുതലായിരിക്കും. നമ്മുടെ പ്രതിരോധം ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിന് ആസച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ആണ് പലർക്കും പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് വരുന്നത്. അതും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ലൈക്ക് പനി ഉണ്ടാവും, ചിലർക്ക് ഹെഡ് ഏക്ക്, പിന്നെ ബോഡി പെയിൻ, ബോഡി വീക്ക്നെസ്, നോസിയ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആണ് ഇത്രയും ഏത് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കണ്ടിരിക്കുന്നത്. അതിപ്പം നമ്മൾ സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ഒരു പനി വന്നാൽ എന്തൊക്കെയാണോ ഇത് തരുന്ന പോലെ തന്നെ നമ്മളെ ബോഡീനെ നമ്മളൊരു 3 to 4 days കെയർ ചെയ്യുക. അതായത് നല്ലതായിട്ട് വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്യുക. കൂടാതെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം കൊടുക്കുക. അങ്ങനെ ഒരു 3-4 days കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം കൊറോണ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാം. ഒരു 3% മരണനിരക്കാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കോവിഡ് ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അത് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് ഏറ്റവും മുൻകരുതൽ എടുക്കേണ്ടത്. ഭാവിയിൽ എന്തായാലും ഒരു നല്ല വാക്സിൻ പഠനമൊക്കെ നടത്തിയിട്ട് ഭാവിയിൽ പിന്നെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്താണോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള അത് വാക്സിൻസ്, ഏത് വാക്സിൻ ഇന്ന വാക്സിൻ ഇതിനേക്കാളും നല്ലതെന്നുള്ളതില്ല. ഓരോന്നിലും ഓരോ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏതാണോ വാക്സിൻ അവൈലബിൾ എത്രയും പെട്ടെന്ന് അത് എടുക്കുക. നമ്മൾ തന്നെ പ്രതിരോധനത്തിൽ ഏർപ്പെടുക, അത്രേ ഉള്ളൂ അതിൻ്റെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ബാക്കിയുള്ളവരിലോട്ട് നമ്മൾക്ക് അസുഖം ഉണ്ടെങ്കിൽ പകരാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കുക. പിന്നെ ഇത് 100% പ്രൊട്ടക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് നമ്മൾ 100% പ്രൊട്ടക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും അതിൻ്റെ അകത്ത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, അതുപോലെ തന്നെ ഹാൻഡ് വാഷിങ്, ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം കെയർ ചെയ്ത് നല്ലൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡിങ് എല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി നഴ്സസ് ഡേ. താങ്ക് യു.
നമ്മൾ ഓൾറെഡി മാസ്കിനെ കുറിച്ചും പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ വാക്സിനേഷൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെയിൻറ്റെയിൻ ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹെൽത്ത് പ്ലാൻസ് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക, ചിലതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കഴിക്കാൻ ശീലിക്കുക. പിന്നെ കൂടുതൽ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് സ്പൈസി, പിന്നെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, ഷുഗറി, സോൾട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം മിനിമൈസ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഴ്സാണ് വൈറ്റമിൻ സി. അപ്പോൾ ഈ വൈറ്റമിൻ സി കൂടുതലുള്ള ലെമൺ അല്ലെങ്കിൽ ഓറഞ്ച്, നെല്ലിക്ക ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സോഴ്സെങ്കിലും നമ്മുടെ ദിവസേനയുള്ള ഡയറ്റ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ദുശീലാണ് വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത്. അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. എപ്പോൾ വെളിയിൽ പോയിട്ട് വന്നാലും കുറച്ച് ചെറിയ ചൂടുവെള്ളം കൊണ്ട് വാം വാട്ടർ കൊണ്ട് ഗാർഗിൾ ചെയ്യുക. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടുവെള്ളം കുടിക്കുക. മിനിമം 8 to 10 cups ഓഫ് വാട്ടർ പെർ ഡേ. അതൊരു ശീലമാക്കി മാറ്റുക, ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡയറ്റ് പ്ലാൻസ് എല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അസുഖം എന്ന് പറയുന്നത് സ്മൈൽ എന്നുള്ളതാണ്. സോ കീപ്പ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. Smiles are contagious. Be a carrier, but not a COVID carrier. Thank you. മെയ് 12 ഭൂമിയിലെ മാലാഖമാരായ നേഴ്സുമാരുടെ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ഈ മാലാഖമാർക്ക് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ടീമിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഹാപ്പി നേഴ്സസ് ഡേ. നന്ദി, നമസ്കാരം. അമ്മ തൻ ഉദരത്തിലെപ്പോഴും ആഴ്ന്നൊരാ സ്നേഹത്തടാകത്തിനക്കരയ്ക്കായി ആദ്യമായി ലാളനയോടെയ കൈകൾ തൻ താലോലമേറ്റു ഞാൻ കൺതുറന്നു. തൂവെള്ളയാണവൾ വെണ്മയേറും നറുപുഞ്ചിരിക്കുള്ളിലും തെല്ലൊരു കൗതുക കള്ളനോട്ടം കൺമിഴിച്ചിടുന്ന വേളയിലാദ്യമായി കണ്ടു ഞാനായമ്മ മാലാഖമോ. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ഡേ. ഭൂമിയിലെ മാലാഖമാരായ എല്ലാ നേഴ്സുമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി. ഹാപ്പി നേഴ്സസ് ഡേ. I wish a happy Nurse Day. ഹായ്, പിൽനെക്സിലുള്ള നമ്മുടെ എല്ലാ ബ്യൂട്ടിഫുൾ ആൻഡ് ഡ്യൂട്ടിഫുൾ ആൻഡ് കറേജിയസ് നഴ്സസിന് വെരി ഹാപ്പി ഇന്റർനാഷണൽ നഴ്സസ് ഡേ. Namaste. First of all, wishing you all a happy and healthy Nurses Day. May 12th is celebrating as International Nurses Day across the world. World Nurses Day is the birthday of Florence Nightingale, the lady with the lamp, who laid foundation for modern nursing. This day is dedicated to all nurses for their services and contributions to our society. Since the outbreak of COVID-19, nurses have been working among the people regardless of their safety, their life, and their family. At this particular moment, we have to remember nurses like Lini, who died while chasing epidemic like Nipah in Kerala. Yes, every day you made someone to smile. You help someone get out of their pains. You make a big difference in someone's life. Of course, you are the reason for somebody who are going back their home with smiling faces. On this day, this occasion, we will remember, no, we should remember the angels of the earth, the nurses. From the bottom of our heart,
we wishing you all a happy and healthy Nurses Day. Thank you all.